ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ചിന്തിക്കാം. ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ബലാത്കാരികൾ ഉണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ജനിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സഖറിയാവ് പറഞ്ഞു, നമ്മുടെ കാലുകളെ സമാധാന പാതയിലേക്ക് നടത്തുവാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാനും വേണ്ടി ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന്. ദൈവമക്കളെ, നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിരുന്നു. സമാധാനത്തിൽ നടക്കാൻ ജനത്തിന് ഒരു പ്രേരണയും ആവേശവും ഉണ്ടായി. ഇരുട്ടിൽ ഇരുന്ന ജനം വെളിച്ചത്തിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടായി. ഇതെല്ലാമാണ് യോഹന്നാൻ സ്നാപകന്റെ ആ വചന ശുശ്രൂഷയിലൂടെ ജനത്തിനുണ്ടായ ആന്തരികമായ മാറ്റമാണ്. അവർക്ക് മാറ്റമുണ്ടായി, കേട്ടവർക്ക് മാറ്റമുണ്ടായി. ആ വചനം കേട്ടവർക്ക് ഇനി സമാധാനത്തിൻ്റെ പാതയിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ സമാധാനപ്രിയരായിരുന്നില്ല. പക്ഷേ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി പഴയത് വേണ്ട, സമാധാനത്തിൻ്റെ വഴിയെ പോയാൽ മതി എന്നവർക്കൊരു തീരുമാനമുണ്ടായി. ഇരുട്ടിലിരുന്നവരാണിവർ. ഇരുട്ടെന്ന് പറഞ്ഞാൽ പാപം, അതുപോലെയുള്ളതായ നിങ്ങൾക്കറിയാം. ആ ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യം, മത്തായിയുടെ സുവിശേഷം ആദ്യം എല്ലാം വായിച്ചാൽ കാണാം. എല്ലാ തരത്തിലുള്ളതായ ആളുകളും, സർക്കാർ ജോലിക്കാർ മുതൽ സാധാരണക്കാർ മുതൽ ദേവാലയത്തോട് ബന്ധപ്പെട്ടവർ മുതൽ എല്ലാവരും യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്ന് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ചോദിക്കാൻ തുടങ്ങി. യോഹന്നാൻ സ്നാപകൻ അവർക്കെല്ലാം ശരിയായ ഒരു മാർഗനിർദ്ദേശം കൊടുത്തു, ശരിയായൊരു വചനം കൊടുത്തു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവായ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പക്ഷേ യേശുക്രിസ്തു പിന്നീട് പറയുകയാണ്, എങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നോടിയായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആ വാക്യം. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ദൈവരാജ്യം ബലാത്കാരം ചെയ്യപ്പെടാൻ തുടങ്ങി. ബലാത്കാരികൾ അതിനകത്തേക്ക് കിടക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരായി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയും എനിക്ക് ദൈവരാജ്യത്തിൽ കിടക്കണം, എങ്ങനെയും എനിക്ക് സമാധാനത്തിൽ പോകണം, എങ്ങനെയും എനിക്ക് പാപത്തിന് മേൽ ജയം വേണം, എങ്ങനെയും എനിക്ക് എൻ്റെ ഹീന സ്വഭാവത്തിൻ്റെ മേൽ വ്യത്യാസം വേണം. അങ്ങനെ അതാണ് ദൈവരാജ്യത്തിൽ കിടക്കും. ബലാത്കാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല, ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചുള്ള ബലാത്കാരമല്ല. ഹൃദയത്തിൽ സമർപ്പണമുള്ളവരുണ്ടായി. ദൈവരാജ്യത്തിൽ കിടക്കണം, ദൈവരാജ്യത്തിൽ പോകണം, നിരപ്പായി ജീവിക്കണം, സമാധാനത്തിൽ ജീവിക്കണം, കുടുംബകലഹത്തിൽ വേണ്ട, ആരുമായും പിണക്കത്തിൽ കഴിയണ്ട, ആരോട് ഭിന്നതയിൽ കഴിയണ്ട. ഞങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായി. അതാണ് ബലാത്കാരികൾ ഉണ്ടായി എന്ന് കർത്താവായ യേശു അവിടെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കിയത്. കാരണം ജനത്തിൻ്റെ ഉള്ളിൽ
ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായി. സമാധാനത്തിൽ നടക്കണമെന്ന ആഗ്രഹമുണ്ടായി. പഴയ ജീവിതം വേണ്ട, പഴയ സ്വഭാവം വേണ്ട, പഴയ പ്രകൃതം വേണ്ട, ആ പഴയ മനുഷ്യൻ്റെ ആ ശൈലി വേണ്ട, പുതിയതാകണം എന്നുള്ളതായ ഹൃദയത്തിലുള്ളതായ ആ സമർപ്പണമുണ്ടായി, തീരുമാനമുണ്ടായി. അവരെ ബലാത്കാരികളെന്ന് വിളിച്ചിരിക്കുന്നു. അവരുടെ ബലം കായിക ബലമല്ല. ബലാത്കാരികളെന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ ഏതെങ്കിലും അധികാരത്തിൻ്റെ ബലമല്ല, അവരുടെ കായിക ബലമല്ല. എങ്ങനെയും ദൈവരാജ്യത്തിൽ കിടക്കും, ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ചോ, ഞങ്ങളുടെ ബലം ഉപയോഗിച്ചോ, ശക്തി ഉപയോഗിച്ച് കിടക്കും എന്നുള്ളതല്ല ബലാത്കാരം. ഞങ്ങളുടെ സമർപ്പണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ സമർപ്പണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകണം, അതിനുള്ള സമർപ്പണം എടുക്കും. ആ സമർപ്പണം പൊളിയാൻ അവർ സമ്മതിക്കില്ല. അതിനുള്ള തീരുമാനങ്ങൾ അവരെടുക്കും. ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ അവർ തന്നെ സമ്മതിക്കില്ല. 30 സങ്കീർത്തനത്തിലോ പറ്റിയാണ് ദാവീദ് പറയുന്നുണ്ടല്ലോ, യഹോവേ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ച് നിൽക്കുമാറാക്കി. യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ പറയുന്നത്? നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. ദാവീദിന്റെ പർവ്വതത്തെ ദൈവം ഉറച്ചു നിർത്തുമാറാക്കി എന്ന് പറഞ്ഞാൽ ദാവീദിന് ഏതെങ്കിലും പർവ്വതമുണ്ടോ? ഒരു മൗണ്ടനാണോ? അതേതെങ്കിലും കുന്നാണോ? ദാവീദിന്റെ മൗണ്ടനെ, ദാവീദിന്റെ കുന്നിനെ, ദാവീദിന്റെ പർവ്വതത്തെ ദൈവം ഉറപ്പിച്ചു നിർത്തി എന്നല്ല അതിൻ്റെ അർത്ഥം. ദാവീദിന്റെ ഡെഡിക്കേഷൻ, ദാവീദിന്റെ സമർപ്പണം, ദാവീദ് ദൈവത്തോട് പറഞ്ഞതായ ആ വാക്ക്, മുമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് ദാവീദ് ദൈവത്തോട് സമർപ്പണം പറഞ്ഞു. ആ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ദാവീദിനെ സഹായിച്ചു. അതാണ് യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ച് നിൽക്കുമാറാക്കി. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം നമ്മളിൽ പ്രസാദിച്ചു. ദൈവപ്രസാദം എന്ന് പറയുന്നത് ഒന്നതാണ്, നമ്മുടെ സമർപ്പണത്തിൽ നാം ഉറച്ചു നിൽക്കും. നാം എടുത്ത തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കണം. ഇഫ്താഹ് പറഞ്ഞ പോലെ യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഈ തിരുവചനം കേൾക്കുന്ന യുവാക്കന്മാരും യുവതികളും ഓരോരുത്തരും ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ജീവനുള്ള ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമർപ്പണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതാണ് നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. പ്രിയപ്പെട്ടവരെ, ബലാത്കാരികൾ എന്ന് പറഞ്ഞവരാണ്. ആ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് ബലാത്കാരം എന്ന് വെച്ചാൽ അവർ പിശാചിനോട് യുദ്ധം ചെയ്യുന്നത്. അവരുടെ കായിക ബലമല്ല, പിശാച് അവരുടെ സമർപ്പണത്തെ പൊളിക്കാൻ നോക്കും. പിശാച് അവരുടെ ദൈവത്തോട് പറഞ്ഞ വാക്കിനെതിരായി സംസാരിക്കാനും പെരുമാറാനും അതിനെല്ലാം ചെയ്യാൻ പിശാച് അവരെ പ്രേരിപ്പിക്കും. അപ്പോൾ അവർ ജീവനുള്ള ക്രിസ്തുവിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവരുടെ സമർപ്പണത്തിൽ അവർ പിശാചിനോട് ബലം പിടിക്കുന്നവരാണ്. പിശാചിനോടാണ് അവർ ബലാത്കാരം ചെയ്യുന്നത്, മനുഷ്യരോടല്ല. പിശാചിനോട് അവർ പുറമേ നടക്കുകയാണ്, ജോലി ചെയ്യുന്നുണ്ട്, വീട്ടുകാരും നോക്കുന്നുണ്ട്, അടുക്കളപ്പണി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ അവർ പിശാചിനോട് ഒരു ബലാത്കാരമുണ്ട്. ഇല്ല, ഞാൻ ആ വാക്ക് പറയില്ല, ഞാൻ ആ അഴുക്കിലേക്ക് പോകില്ല, ഞാൻ അപ്രകാരം പോകില്ല എന്നുള്ളതായ ആ തീരുമാനം, അതാണ് അവരുടെ ബലാത്കാരം എന്ന് പറയുന്നത്. അവരുടെ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുന്നതായ ആ ബലാത്കാരമാണ്. ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്താണ് ആ നിസ്സാര വാക്കെന്ന് പറഞ്ഞാൽ? എന്താ? വീട്ടിൽ പറയുന്ന ഏതെങ്കിലും നിസ്സാര വാക്കാണോ? ആരോടെങ്കിലും പറയുന്ന ഒരു ചെറിയ വാക്കിൻ്റെ ആണോ? നുണയാണോ എന്ന് ചോദിച്ചാൽ നുണയൊക്കെ തന്നെയാണ്. പക്ഷേ അതിലുപരി നാം ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങളൊക്കെ പറഞ്ഞു, അത് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ വചനത്തിനെതിരായിട്ട്, തീരുമാനത്തിനെതിരായിട്ട് നാം ദൈവത്തോട് പറഞ്ഞ വാക്കിനെ നാം നിസ്സാരവൽക്കരിക്കും. നാം ദൈവസന്നിധിയിലെടുത്ത സമർപ്പണത്തെ നാം
നിസ്സാരവൽക്കരിക്കും. അത് അന്നങ്ങനെയൊക്കെ പറഞ്ഞു പോയി, അന്നങ്ങനെയൊക്കെ അന്നത്തെ രീതിയിൽ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു, അന്ന് എന്നെ ആ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലാതെ ദൈവത്തോടാണ് പറഞ്ഞതെന്ന് ഓർക്കാതെ ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കുകൾ പിന്നീട് ആ പറഞ്ഞ മനുഷ്യൻ തന്നെ അതിനെതിരായിട്ട് ചെയ്യുന്നു. അവൻ തന്നെ അവൻ്റെ വാക്കിനെ നിസ്സാരവൽക്കരിക്കുന്നു, സ്വന്തം സമർപ്പണത്തെ നിസ്സാരവൽക്കരിക്കുന്നു. അതിന് ദൈവം കണക്ക് ചോദിക്കും. നിസ്സാര വാക്കിന് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ബലാത്കാരം ചെയ്യപ്പെടുന്നു എന്നാണ് നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ സമർപ്പണമുള്ളവരുണ്ടായി, സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടായി. ദൈവമക്കളെ, നാം ബലാത്കാരിയാണോ? നാം സാത്താൻ്റെ മുമ്പിൽ തോക്കുന്നവരാണോ? നാം പിശാചിന്റെ പ്രലോഭനത്തിൽ വീണു പോകുന്നവരാണോ? നാം കൗശലക്കാരാണോ? സാമർത്ഥ്യക്കാരാണോ? നമ്മുടെ തന്ത്രവും കുതന്ത്രവും കൊണ്ട് നാം കാര്യം നടക്കാമെന്ന് തീരുമാനിക്കുന്നവരാണോ? അതോ നാം ദൈവരാജ്യം ലക്ഷ്യമാക്കി സമർപ്പണത്തിൽ ജീവിക്കുന്നവരാണോ? ഒരു ശുദ്ധ ഹൃദയം വേണം, ഒരു നിർമ്മല മനസാക്ഷി എനിക്ക് വേണം. ദൈവമക്കളെ, ഇതുപോലെയുള്ള ഒരു കഴുകപ്പെട്ട ഹൃദയം എനിക്ക് വേണം. ഞാൻ എൻ്റെ വാക്കിൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ, എന്നോട് കൂടെയുള്ളവരെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളതായ ഒരു ബലാത്കാരിയാണോ നിങ്ങൾ? പിശാചിനോട് യുദ്ധം ചെയ്യുന്ന, പോരാടുന്ന ഒരു ബലാത്കാര സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അതോ നിങ്ങൾ പിശാചിൻ്റെ മുമ്പിൽ തോറ്റുപോവുകയാണോ ചെയ്യുന്നത്? ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു സന്ദർഭം വരുമ്പോൾ, ഒരുപക്ഷെ ചില മദ്യത്തിൻ്റെ മുമ്പിൽ തോക്കുന്നവർ കാണും, അല്ലെങ്കിൽ അവിഹിത അശുദ്ധിയുടെ മുമ്പിൽ തോക്കുന്നവർ കാണും, ഡ്രഗ്സിന്റെ മുമ്പിലൊക്കെ തോക്കുന്നവർ കാണും. പക്ഷേ അതിനേക്കാൾ ഉപരി ആത്മീയമായി തീഷ്ണതയുണ്ടെന്നൊക്കെ പറയുന്ന പല ആളുകളും തോൽക്കുന്ന രംഗമുണ്ട്. അവർ പറഞ്ഞ വാക്ക് അവർ തന്നെ നിസ്സാരമാക്കും. അവരുടെ പർവ്വതം അവർ ഉറച്ചു നിൽക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ ദാവീദിന് ആഗ്രഹമുണ്ട്, ഒരിക്കലെങ്കിലും ദൈവത്തോട് പറഞ്ഞ വാക്ക് അവന് പാലിക്കണമെന്ന് ദാവീദിന് ആഗ്രഹമുണ്ട്. അതാണ് ദാവീദ് പറഞ്ഞത്, യഹോവേ കൃപയാൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ച് നിൽക്കുമാറാക്കി. പ്രിയപ്പെട്ടവരെ, നാം വാസ്തവത്തിൽ ഹൃദയം കൊണ്ട് പിശാചിനോട് പോരാടുന്നവരാകണം, ഒഴുക്കിനൊത്ത് ഒഴുകുന്നവരാകരുത്. അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഭൂരിപക്ഷം ഒഴുക്കിനൊത്ത് ഒഴുകുന്നവരായിരിക്കും. എന്നാൽ ന്യൂനപക്ഷം മാത്രമേ ഒഴുക്കിന് എതിരെ ഒഴുകുന്നവരുണ്ടാവുകയുള്ളൂ. നാം എപ്പോഴും ആ ഒഴുക്കിനെതിരെ, എന്നുവെച്ചാൽ സമൂഹം മുഴുവൻ ഒഴുകുന്നു, അല്ലെങ്കിൽ അധികം പേരും പോകുന്ന വഴിക്കല്ല നാം പോകേണ്ടത്. നാം ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞവരാണ്. നാം യേശു ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്ത മക്കളാണ്. ഇവിടെ വന്ന് കൂട്ടായ്മ കൂടുന്ന മക്കൾ നിസ്സാരന്മാരാണെന്ന് ഞാൻ പറയില്ല. അവർ നിസ്സാര മനുഷ്യരാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവരൊരു സാധാരണ മനുഷ്യരാണെന്ന് പോലും ഞാൻ കണക്കാക്കുന്നില്ല. മനുഷ്യർ തന്നെയാണ് അവർ. അവർ ബലഹീനതയുള്ളവരാണ്, അവർ എല്ലാത്തിലും കുറവുള്ളവരാണ്. പക്ഷേ അവർ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അങ്ങനെ കൃഷ്ണമണി ആകാനുള്ള കാരണം എന്താ? അവർ ബലാത്കാരികളാണ്, അവർ സമർപ്പണമുള്ളവരാണ്. എൻ്റെ കൃഷ്ണമണിയെ തുടരുതെന്ന് ദൈവം പറഞ്ഞു. കൃഷ്ണമണിയാകാനുള്ള യോഗ്യത തിയോളജി ഡിഗ്രിയാണോ? ഏതെങ്കിലും അഭിഷേകമാണോ? ഏതെങ്കിലും വലിയ ശുശ്രൂഷയുടെ പ്രാഗൽഭ്യമാണോ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാകാനുള്ള യോഗ്യത എന്താ? ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാകാനുള്ള യോഗ്യത അശുദ്ധനായിരുന്നു, വിശുദ്ധനായി സമർപ്പണമെടുത്തു. ആ സമർപ്പണം പാലിക്കുന്നവരാണ് അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുന്നത്. ദൈവമക്കളെ, ഇവിടെ ഇതാ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. എന്താണ് യെശയ്യാ പ്രവാചകൻ എന്താ പറയുന്നത്? അതിന്റെ 2:5 നാം എന്താ വായിക്കുന്നത്? യാക്കോബ് ഗൃഹമേ വരുവീൻ, യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അങ്ങനെ ഒരു ഗ്രഹമുണ്ട്. യാക്കോബ് ഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്. ഓ ഇസ്രായേൽ, കം ലെറ്റ് us walk in the light of the Lord. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു യഹൂദ ജാതിയെ മാത്രം ഉദ്ദേശിച്ചല്ല. അന്ന് പ്രവാചകൻ പറയുമ്പോൾ അതേ ഉള്ളൂ. പക്ഷേ ലെറ്റ് us walk in the light of the God. ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ടു ബി ഒബീഡിയന്റ് ഇൻ ഹിസ് ലോ. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്
നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ വചനത്തെ വില കൊടുത്ത് നമുക്ക് ജീവിക്കാം. ഈ ഒരൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇനിയുള്ള കാലം ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാം. ഒരു കൂട്ടായ്മയുടെ പ്രമാണവും വേണ്ട, ഒരു മനുഷ്യന്റെ പ്രമാണവും വേണ്ട, ഒരു മനുഷ്യൻ പറഞ്ഞു എന്നതും വേണ്ട, മനുഷ്യരെ ആരും ആലോചനയും വേണ്ട. നമുക്ക് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാം. അതാണെന്ന് പ്രവാചകൻ പറയുന്നത്. ഓ ഇസ്രായേൽ, കം, ലെറ്റ് us walk in the light of the gods. We will obey his rules. നമുക്ക് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാം. ദൈവമക്കളെ, ഇങ്ങനെയൊരു വിളിയുണ്ട്, ഇങ്ങനെയൊരു ഗ്രഹമുണ്ട്, ഇങ്ങനെയൊരു ദൈവമുണ്ട്, ഇങ്ങനെയൊരു വിളിയുണ്ട്. എന്താണ്? നമുക്ക് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാമെന്ന്. അതാണെന്ന് പ്രവാചകൻ പറഞ്ഞത്. അത് തന്നെയാണ് ഈ തലമുറയിൽ നാം വിളിച്ചു പറയുന്നത്. നമുക്ക് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാം. ഈ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൈവത്തിന്റെ സത്യവചനം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ വചനമനുസരിച്ച് ജീവിക്കാം. ബാക്കിയെല്ലാം മാറ്റിവെയും. കൂട്ടായ്മയും സംഘടനയും സഭയും അതിന്റെ കൽപ്പന, അതിന്റെ പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പഴയ പാരമ്പര്യങ്ങളും ആമൂലകളും അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ വചനമനുസരിച്ച് ജീവിക്കാം. ഈ വചനപ്രകാരം ജീവിക്കാം. അതാണ് പ്രവാചകൻ പറയുന്നത്. ഈ വചനപ്രകാരം ജീവിക്കാം. ദൈവമക്കളെ, അങ്ങനെ വിളിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ വാസ്തവത്തിൽ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനപ്രകാരം നമുക്ക് ജീവിക്കാം. പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. യഹൂദ ജാതിയെ വിളിക്കുമായിരുന്നു പുസ്തകമുള്ള ജാതി എന്ന്. യഹൂദന്മാരെ അക്കാലത്ത് വിളിച്ചിരുന്ന പേര് പുസ്തകമുള്ള ജാതി എന്നാണ്. ഒരു കാലത്ത്, പഴയ നിയമകാലത്ത് യഹൂദനെ വിളിച്ചിരുന്നത് പുസ്തകമുള്ള ജാതി എന്നാണ്. കാരണം അവർക്ക് ജീവിക്കേണ്ട പ്രമാണമുണ്ട്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെയെല്ലാമാണ് അവരുടെ കുടുംബത്തിൽ പെരുമാറേണ്ടത്, എങ്ങനെ അവരുടെ ദാമ്പത്യം എങ്ങനെയായിരിക്കണം, അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം, എല്ലാത്തിനും അവർക്ക് പ്രമാണമുണ്ട്. യഹൂദന് പ്രമാണമില്ലാത്ത കാര്യമില്ല. പാപം വന്നാൽ എന്ത് ശിക്ഷ, പാപത്തിന് പരിഹാരം വരുത്തുന്നത് എങ്ങനെ, എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് യഹൂദനെ പുസ്തകമുള്ള ജാതി എന്ന് വിളിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരായി നാം പുസ്തകമുള്ള ജാതിയാണ്. ഏതാണ് നമ്മുടെ പുസ്തകം? നമുക്ക് വേറെ കൈപ്പുസ്തകമൊന്നുമില്ല. നമുക്കുള്ള പുസ്തകം ഇത് മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, വരുവീൻ, നമുക്ക് ദൈവത്തിന്റെ വചനപ്രകാരം നടക്കാം. ദൈവമക്കളെ, തിരുവചനം കേൾക്കുന്ന നിങ്ങൾ അതിനൊരു മനസ്സൊരുക്കുണ്ടോ? അതിന് മനസ്സൊരുക്കമുള്ളവരാണോ? അതിനുള്ളതായ മനസ്സൊരുക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഈ ദൈവത്തിന്റെ വചനപ്രകാരം എനിക്ക് ജീവിക്കണം. ആ സമർപ്പണമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. ആ സമർപ്പണമാണ് ആത്മാവിന്റെ തീ എന്ന് പറയുന്നത്. ആ സമർപ്പണം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ തീയുള്ള മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിൽ എല്ലാവരും ഇതുപോലെ സമർപ്പണത്തിലേക്ക് വന്നവരാകണമെന്നില്ല. ഒരു ഭവനത്തിലുള്ള ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ട്. എല്ലാവരും ഒരുപക്ഷെ സമർപ്പണത്തിലേക്ക് വന്നു കാണില്ല. എല്ലാവരുടെ ഹൃദയത്തിൽ ഈ തീരുമാനം വന്നു കാണില്ല. ഒരപ്പന്റെ മക്കൾ എല്ലാവരുടെയും ഉള്ളിൽ ഈ തീരുമാനം വന്നിട്ടുണ്ടാവുമോ? ഇല്ല. ഒരിടവക പള്ളി, അതിലെല്ലാവരുടെയും ഉള്ളിൽ ഈ തീരുമാനം വന്നിട്ടുണ്ടോ? ഒരു കൂട്ടായ്മ, അതിലെല്ലാവരുടെയും ഉള്ളിൽ ഈ തീരുമാനം വന്നിട്ടുണ്ടോ? അവർക്ക് ചിലർക്ക് മനസ്സിലായി കാണില്ല. ചിലർക്ക് ഇതിന്റെ ആ വിളി എന്നത് മനസ്സിലായി കാണില്ല. അവരുടെ കണ്ണ് തുറന്നു കിട്ടിയിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, തുറന്നു കിട്ടിയവരെ ചെയ്യേണ്ടത് എന്താണ്? തുറന്നു കിട്ടാത്തവരെ കുറ്റം പറയുകയല്ല, തുറന്നു കിട്ടാത്തവരെ താഴ്ത്തി കെട്ടുകയല്ല, തുറന്നു കിട്ടാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പക്ഷെ തുറന്നു കിട്ടിയ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പുതുക്കുക. ഞാൻ ഈ വചനപ്രകാരം ജീവിക്കും, ഞാൻ ഈ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കും, ഈ സത്യവേദപുസ്തക പ്രകാരം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, അത് മാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. അതിലുപരിയായിട്ട് ഒന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ഈ വചനപ്രകാരം നമുക്ക് ജീവിക്കാമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഭൂരിപക്ഷം ഉണ്ടാവില്ല, ഭൂരിപക്ഷം അതിനുണ്ടാവില്ല. പക്ഷേ ആ ന്യൂനപക്ഷത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാം. വെളിച്ചം എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് ഉണ്ടാകുന്ന വെളിച്ചം. ആ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. പ്രിയപ്പെട്ടവരെ,
ഇതൊരു സ്നേഹത്തിന്റെ വിളിയാണ്. അങ്ങനെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മളോട് പറയാൻ ഇതേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ വചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്ക്, ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. നിങ്ങൾ എൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്ക്, ബാക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ഉത്തരവാദിത്വമുള്ളൊരു ദൈവമാണ്. ഞാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഞാൻ മക്കളെ പോറ്റി വളർത്തുന്നൊരപ്പനാണ്. ഞാൻ മക്കളെ വളർത്തേണ്ടത് പോലെ വളർത്തുന്ന അപ്പനാണ്. ഞാൻ ആഹാരം കൊടുക്കുന്ന അപ്പനാണ്. ഞാൻ പട്ടിണി കിടക്കാത്ത അപ്പനാണ്. ഞാൻ ഐശ്വര്യവും അഭിവൃദ്ധിയും തരുന്നൊരപ്പനാണ്. അതാണ് അപ്പൻ. ആ അപ്പനാണ് വിളിക്കുന്നത്. വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഉണ്ടായിന്ന് വരില്ല. അതാണ് വെളിപാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപാട് 22-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരിയായ വെളിപാടെന്ന് പറയുന്നത്. ഇതിനാണ് വെളിപാടെന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും കാഴ്ച കാണുന്നതോ വേറെ ആരുടെയും കാര്യമോ അതെല്ലാം വെളിപാടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ആ വെളിപാടുകളെ കുറിച്ചല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട വെളിപാട്. നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ട വെളിപാട് ഇതാണ്. ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട വെളിപാട്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അങ്ങനെ ജീവിക്കണം എന്നുള്ളവൻ അങ്ങനെ ജീവിക്കട്ടെ. അങ്ങനെ സംസാരിക്കണം എന്നുള്ളവൻ അങ്ങനെ സംസാരിക്കട്ടെ. അങ്ങനെ നടക്കണം എന്നുള്ളവൻ അങ്ങനെ നടക്കട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. പ്രിയപ്പെട്ടവരെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇവിടെ വെളിച്ചത്തിൽ നടക്കാം. അതിന് മനസ്സ് വന്നിട്ടില്ലേ? അതിന് ഹൃദയത്തിൽ തീരുമാനം വന്നിട്ടില്ലേ? അവരെ ഓർത്ത് നാം അവരെ വിധിക്കണ്ട, നമുക്ക് തീരുമാനിക്കാം. വരാത്തവരെ ഓർത്ത് പ്രിയപ്പെട്ടവരെ അവരെ വിധിച്ചുകൊണ്ടിരിക്കുകയല്ല, വന്ന നമുക്ക് തീരുമാനിക്കാം. ഈ വന്ന നമുക്ക് ഒത്തൊരുമിച്ച് തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം, ഈ വചനപ്രകാരം നടക്കാം. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അനീതിയുള്ളവൻ ഇനിയും അനീതി ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അവരവരുടേതാ വഴിക്ക് പോട്ടെ. അതിനാണ് വെളിപാടെന്ന് പറയുന്നത്. അതാണ് ശരിയായ വെളിപാട്, അതാണ് ശരിയായ ദർശനം. ബാക്കിയെല്ലാം ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദർശനങ്ങളായിരിക്കാം, പക്ഷേ ഇതെല്ലാവർക്കും ഉള്ള ദർശനമാണ്. എല്ലാവരും ഒരുപോലെ മനസ്സുള്ളവരല്ല. ഒരു ഭവനത്തിലായാലും ഒരു കുടുംബത്തിലായാലും ഒരു കൂട്ടായ്മയിലായാലും ഒരു സഭയിലായാലും എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സുള്ളവരല്ല. പക്ഷേ ആ കണ്ണ് തുറന്നു കിട്ടിയവനെ പോലെ ജീവിക്കണം. വെളിച്ചം കിട്ടിയവൻ വെളിച്ചത്തിലുള്ളവനായി ജീവിക്കണം. ക്രിസ്തുവിന്റെ മനസ്സ് കിട്ടിയവൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി ജീവിക്കണം. അവൻ പിന്നെയും ശാപത്തിലേക്കും പിന്നെയും പിരാക്കിലേക്ക് പിന്നെയും ബഹളത്തിലേക്കല്ല അവൻ പോകേണ്ടത്. അവൻ ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞവനായി അവൻ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വീണ്ടും വെളിച്ചത്തിലേക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് പറയും 2 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, 2 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഞങ്ങളോ നിങ്ങളുടെ അടുക്കളോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിന്റെ അളവിന് ഒത്തവണ്ണമത്രേ പ്രശംസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അഭിമാനിക്കാനായിട്ടും സന്തോഷിക്കാനായിട്ടും ദൈവം അളന്നു തന്ന ഒരതിരുണ്ട്. ഒരതിര് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതെല്ലാം, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം, നമ്മുടെ മനസ്സിൽ തോന്നിയതെല്ലാം എന്തോ ഫാസിനേഷൻ, ഹലൂസിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്തോ തോന്നി, എന്തോ കേട്ടു, വേറെ ആർക്കോ ഉള്ളത്, അതൊക്കെ ഉള്ളതുപോലെയുള്ളതായ ഒരു ജീവിതമല്ല ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സഭാപ്രസംഗി 6:9 വായിക്കാം. ഒരതിര്, അതാണ് അപ്പോസ്തലൻ പറയുന്നത്. എനിക്ക് ദൈവം ഒരു അതിര് തന്നിട്ടുണ്ട്, ആ അതിരിനകത്ത് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന്. എനിക്ക് കിട്ടാത്തതിനെ കുറിച്ചല്ല, കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഒരു അതിര് ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. ആ അതിരിനകത്താണ് എന്റെ സന്തോഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം സഭാപ്രസംഗി 6:9. അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അഭിലാഷം, എന്റെ മനസ്സിങ്ങനെ പരക്കം പാഞ്ഞ് കിടക്കുന്നതായ അതില്ല ഇതില്ല, അങ്ങനെ അങ്ങനെ അവരങ്ങനെ ഇവരിങ്ങനെ, ഇങ്ങനെ അഭിലാഷങ്ങളുടെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. കണ്ണിന്റെ മുമ്പിൽ എന്താ ഉള്ളത്?
ദൈവം നിനക്ക് എന്താ തന്നിട്ടുള്ളത്, അതിൽ സന്തോഷിക്കേ. അതാണ് വെളിച്ചം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു അതിര്. അപ്പോസ്തലൻ വീണ്ടും പറയും, റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയും, ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഒരളവ് ദൈവം പങ്കിട്ട് തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട് വിശ്വാസത്തിന്റെ ഒരളവ്. ഇതുപോലുള്ള യോഗത്തിലൊന്നും വരാൻ നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നവരല്ല, നമുക്കൊരു മനസ്സുണ്ടായിരുന്നവരല്ല. ഇതുപോലെ ഒരു പ്രാർത്ഥന യോഗത്തിൽ വരാണെന്ന് മനസ്സുണ്ടായിരുന്നവരല്ല. പക്ഷേ ദൈവം നമുക്ക് ഒരു വിശ്വാസം തന്നു. ദൈവം നമുക്ക് ഇങ്ങനെയുള്ള വചനത്തിൽ പങ്കെടുക്കാനുള്ളതായ ഒരു വിശ്വാസം കിട്ടി. ആ വിശ്വാസത്തിലാണ് നാം സന്തോഷിക്കുന്നത്. ദൈവം നമുക്കൊരു വിശ്വാസം തന്നു. ദൈവമക്കളെ, ഇതിൽ പങ്കെടുക്കാനൊരു മനസ്സ് കിട്ടിയില്ലേ? അത് ദൈവം തന്നതല്ലേ? അത് കാശ് കൊടുത്ത് മേടിച്ചതല്ലല്ലോ, അത് പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലല്ലോ. അത് നമുക്ക് ദൈവം തന്ന ഒരു വിശ്വാസത്തിന്റെ അളവാണത്. അതിൽ സന്തോഷിക്കുക. നമുക്ക് കൃപാവരങ്ങൾ അത് ദൈവം അളന്നു തന്നിട്ടുണ്ട്. ചില കൃപാവരങ്ങൾ, വചനം പറയുന്നവർക്ക് വചനം പറയാൻ, സാക്ഷ്യം പറയുന്നവർക്ക് സാക്ഷ്യം പറയാൻ, പാട്ട് പാടുന്നവർക്കത്, വോളണ്ടിയേഴ്സിനത്, പ്രിയപ്പെട്ടവർ ദൈവവേല ചെയ്യുന്നവർക്കത്, ഓരോരുത്തർക്ക് ദൈവം ഓരോ കൃപാവരങ്ങൾ അളന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സന്തോഷിക്കുക, അതിൽ സന്തോഷമുള്ളവരാകുക, അതിൽ ആനന്ദിക്കുക. അയ്യോ, എനിക്ക് അതില്ലല്ലോ, അയാളെപ്പോലെ എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതല്ല. നമുക്ക് ലഭിച്ചതിൽ ഏതാണ് എൻ്റെ അതിര് തന്നിട്ടുണ്ട് ദൈവം. ഒരു ബൗണ്ടറിക്കകത്താണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവമക്കളെ, നമുക്ക് ദൈവം ഒരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ നാം സന്തോഷിക്കണം. കൂട്ടായ്മയിലുള്ള എല്ലാവരും പ്രശസ്തരാണോ? എല്ലാവരും പുകഴ്പെട്ടവരാണോ? എല്ലാവരും ലോകത്തിലെ ഉന്നതന്മാരാണോ? ഇവിടെ നടക്കുന്ന വചനശുശ്രൂഷകളൊക്കെ ലോകത്തിലെ ഏറ്റവും ഗംഭീരമാണോ? അല്ല, ഒരിക്കലുമല്ല. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഒരു അതിരിനുള്ളിലാണ് നാം നിൽക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചു, കാൽവരി തറവാടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ദൈവം നമുക്ക് ചെറിയൊരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. അതിൽ സന്തോഷിക്കുക, അതിൽ ആനന്ദിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അതിന് ധാരാളം പരിമിതികളൊക്കെ കാണും, തീർച്ചയായിട്ടും കാണും. പക്ഷേ തന്നതിൽ എന്നെ ഒരു അതിരിനകത്ത് ദൈവം നിർത്തി, അതിൽ ദൈവം സന്തോഷിപ്പിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം പ്രശംസ കേട്ട് കലങ്ങിപ്പോരുത്. പ്രശംസ കേട്ട് ആരെങ്കിലും നിങ്ങളെ പ്രശംസിക്കുന്നത് കേട്ട്, കൂട്ടായ്മയെ പ്രശംസിക്കുന്നത് കേട്ട്, കൂട്ടായ്മയെ പ്രശംസിച്ചവർ എന്തോരം പേരുണ്ട്. ദൈവവചനത്തെ പ്രശംസിച്ച എന്തോരം പേരുണ്ട്. ദൈവവചനം പറഞ്ഞവരെ പ്രശംസിച്ച എന്തുമാത്രം ആളുകളുണ്ട്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ കാണാം, അതിന് 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ടിട്ട് ഈ ലാവണ്യ വാക്കെന്ന് പറഞ്ഞ് അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവർക്ക് അത്ര പുകഴ്ത്തിയാണ് പറഞ്ഞത്. അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ലാവണ്യ വാക്കെന്ന് പറഞ്ഞു. എന്നാൽ ഇതേ ആളുകൾ തന്നെ അവര് പറഞ്ഞു ഇത് കഠിന വാക്കാണെന്ന്. ആദ്യം ലാവണ്യ വാക്കെന്ന് പറഞ്ഞു. അതേ ആളുകൾ തന്നെ അതേ യേശുവിനോടാ പറഞ്ഞത് ഇത് കഠിന വാക്ക്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 42-ാമത്തെ വാക്യം വായിച്ചാൽ ഇതേ ആളുകൾ തന്നെ യേശുവിനോട് പറയുകയാണ്, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, എന്നിട്ട് നീ ദൈവമാണെന്ന് നിങ്ങളെ തെളിയിക്കേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വാക്കിനൊക്കെ അത്രേ വിലയുള്ളൂ. ഇന്ന് പ്രശംസിച്ച് പറയുന്നവൻ നാളെ ഏത് വാക്കും പറയും, നാളെ എന്തും പറയും. അതുകൊണ്ട് മനുഷ്യർ പറയുന്നത് കേട്ട് ഇളകരുത്, മനുഷ്യർ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ സന്തോഷിക്കുക. ഇന്ന് പ്രശംസിക്കുന്നവൻ നാളെ വെല്ലുവിളിച്ചെന്ന് വരും. നമ്മുടെ വേറെ ഏത് രീതിയിലാകാം. അതുകൊണ്ട് ഉള്ളതിൽ സന്തോഷിക്കുക. ദൈവം നമുക്ക് തന്ന വിശ്വാസത്തിൽ, ദൈവം നമുക്ക് തന്ന കൃപാവരങ്ങളിൽ, ദൈവം നമുക്ക് തന്ന കൂട്ടായ്മയിൽ, ദൈവം നമുക്ക് തന്ന ബന്ധങ്ങളിൽ, ദൈവം നമുക്ക് തന്ന ബന്ധങ്ങളിൽ ദൈവം എനിക്കൊരു ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ സന്തോഷിക്കുന്നു. അവളെല്ലാം തികഞ്ഞവളാണോ? ഒരിക്കലുമല്ല. ദൈവം നിങ്ങൾക്ക് ഭാര്യയെ തന്നിട്ടുണ്ട്, ഭർത്താവിനെ തന്നിട്ടുണ്ട്. എല്ലാം തികഞ്ഞ ഭർത്താവാണോ? എല്ലാത്തിനും യോഗ്യനായ ഭർത്താവാണോ? എല്ലാം തികഞ്ഞ ഒരു ഭർത്താവാണോ? അല്ല. ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ട്. എല്ലാ ബുദ്ധിമാന്മാരും എല്ലാ ബുദ്ധിരാക്ഷസന്മാരാണോ? എല്ലാം കഴിവും തികഞ്ഞവരാണോ? അല്ല. അതിൽ സന്തോഷിക്കുക, അതിൽ സന്തോഷിക്കുക. ആ അതിരിനകത്ത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ സന്തോഷിക്കാൻ കഴിയുന്നതാണ് ശരിയായ, അതാണ് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നതിൽ സന്തോഷിക്കുക. തരാത്തതിനെ കുറിച്ചുള്ള നിരാശയല്ല, തന്നതിലുള്ളതായ സന്തോഷം. ദൈവത്തിന് സ്തോത്രം.
ദൈവം എനിക്ക് പറ്റിയൊരു ഭാര്യയെ എനിക്ക് തന്നു, ദൈവം നിങ്ങൾക്ക് പറ്റിയൊരു ഭാര്യയെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് ചേർന്നതായ ഭർത്താവിനെ നിങ്ങൾക്ക് തരും. അത് വാസ്തവത്തിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത്. അത് ദൈവം തന്നതാ. അതിൻ്റെ വില ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ വില സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ദൈവം നിങ്ങൾക്ക് തന്ന ധനം, ദൈവം നിങ്ങൾക്ക് തന്നത്, അതിൽ സന്തോഷിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ കുറയേണ്ട, തൃപ്തിപ്പെടേണ്ട വരണ്ട. നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം നോക്കാം. 14-ാം അധ്യായം, ഉൽപ്പത്തി 14-ാം അധ്യായം 22-23 വാക്യം. സോദോം രാജാവ് വന്നിട്ട് അബ്രഹാമിന് ഓഫർ ചെയ്യുകയാണ്. ഓഫർ ചെയ്യുക. എന്താ ഓഫർ ചെയ്യുന്നത്? അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പുവാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി. അതാണ് അബ്രഹാം പറഞ്ഞു, സോദോം രാജാവേ, നീ തരുന്ന വെള്ളിയും പൊന്നും സമ്പത്തും ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ചെരുപ്പിന്റെ ഒരു വാറ് പോലും വേണ്ട, ഒരു വള്ളി പോലും നിന്റേത് എനിക്ക് വേണ്ട. എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് കൈമലർത്തും. എനിക്ക് നീ തരുന്നത് വേണ്ട, എനിക്ക് നീ എന്നെ സമ്പന്നനാക്കിയെന്ന് വേണ്ട, നീ തരുന്നതുകൊണ്ടുള്ള സമ്പത്ത് എനിക്ക് വേണ്ട. എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ എങ്ങോട്ട് കൈമലർത്തും? ഞാൻ സ്വർഗത്തിലേക്ക് കൈമലർത്തും. അബ്രഹാം പഠിച്ചു. അതിന് മുമ്പുള്ള അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഫറവോന്റെ അടുക്കലേക്ക് പോയിട്ട്, ഫറവോൻ അബ്രഹാമിൻ സാറായൊക്കെ അങ്ങോട്ട് പോയിട്ട് ഫറവോൻ കൊടുത്ത സമ്പത്ത് കൊണ്ട് അബ്രഹാം സമ്പന്നനായിട്ട് ഇങ്ങോട്ട് വന്നതാ. ഫറവോന്റെ സമ്പത്തും മേടിച്ച് പോക്കറ്റിലിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന അബ്രഹാം ഇപ്പോൾ പറയാൻ പഠിച്ചു, എനിക്ക് ഇനി ഈ ലോകത്തിന്റെ സമ്പത്ത് വേണ്ട, എനിക്കെൻ്റെ ദൈവം തരുന്നത് മതി. എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് കൈമലർത്തും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ലോകം തരുന്നത് എനിക്ക് വേണ്ട. എന്നെ ആരും സമ്പന്നനാക്കാൻ നോക്കണ്ട. എനിക്കൊരാവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെത്താൻ എൻ്റെ ദൈവത്തിലേക്ക് കൈമലർത്തും. അതാണ് അബ്രഹാമിൻ്റെ സാക്ഷ്യം. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അബ്രഹാം പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാ, ആന്തരിക അർത്ഥം അതാ. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് തെറ്റുപറ്റി, എനിക്ക് അന്യായമായ ചില സമ്പത്തുകളൊക്കെ എൻ്റെ കയ്യിൽ വന്നു ചേർന്നു. പക്ഷേ ഇനി അന്യായമായ സമ്പാദ്യത്തിന് ഞാനില്ല. ഇനി അന്യായമായ സമ്പാദ്യം എനിക്ക് വേണ്ട. ഇനി എനിക്ക് ആവശ്യം വന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് കൈ ഉയർത്തും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലെ പ്രമാണങ്ങളായിരിക്കട്ടെ. ബലാൽക്കാരികൾ ദൈവരാജ്യം അവകാശമാക്കും. സമർപ്പണം എടുക്കുക, സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവമേ, നാം വലിയവനായ ഒരു ദൈവത്തെയാണ് പിൻപറ്റുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നാം പിൻപറ്റുന്നത് വലിയവനായ ഒരു ദൈവത്തെയാണ്. സർവശക്തനായ ഒരു ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത്. അവൻ്റെ കൽപ്പനകൾ പ്രയാസമുള്ളതല്ല. ഒരു കൽപ്പനയും പ്രയാസമുള്ളതല്ല. 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയും, അവൻ്റെ കൽപ്പനകളോ പ്രയാസമുള്ളതല്ല. 2 കൊരിന്ത്യർ 10-ന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയും, ഞാൻ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല. ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. പ്രിയപ്പെട്ടവരെ, വസനം പറയുക, ഞാൻ വചനം കേട്ട് നിങ്ങളെ പേടിക്കാനല്ല, നിങ്ങളെ പേടിപ്പിക്കാനല്ല. അവന്റെ വചനങ്ങൾ പ്രയാസമുള്ളതല്ല. അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രയാസമില്ല, അനുസരിക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനം നിങ്ങളെ പേടിപ്പിക്കാനുമല്ല. പിന്നീട് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയും, പിന്നെ എന്തിനാ? നിങ്ങളെ പൊളിച്ചു കളയുവാനല്ല, നിങ്ങളെ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ്. 13-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 13-ന്റെ-10 ഇത് തന്നെ നമുക്ക് ഇവിടെ കാണാം. ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാണ്ടതിന് ദൂരത്ത് നിന്ന് എഴുതുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രിയപ്പെട്ടവരെ, ആരെയും പൊളിച്ചു കളയുവാനല്ല, ആരെയും പൊളിച്ചു കളയുവാനല്ല. പൊളിച്ചു കളയുവാനുള്ള അധികാരം പുതിയ നിയമത്തിൽ തന്നിട്ടില്ല. പണിയുവാനാണ് ദൈവമക്കളെ, പണിയുവാനാണ്. 1973 വരുമ്പോൾ, സഹോദര, നിനക്ക് പാപഭാരം ഉണ്ടായിരുന്നില്ലേ? നീ ലജ്ജിതനായിരുന്നില്ലേ? നീ 20 കൊല്ലം മുമ്പ് വരുമ്പോൾ നീ ലജ്ജാഭാരത്തോടെ വന്നവനല്ലേ? നീ കഠിന വ്യതയോടെ വന്നവനല്ലേ? നീ തലതാഴ്ത്തി വന്നവനല്ലേ? നീ മുഖം പൊത്തി വന്നവനല്ലേ? എന്നെ ആരും കാണല്ലേ എന്നോർത്ത് വന്നവനല്ലേ? നീ ലഹരിയിൽ ആറാടി വന്നവനല്ലേ? നീ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നവനല്ലേ? കലഹിച്ച് കോപിച്ച് നിന്റെ ഭവനത്തെ നരകമാക്കി വന്നവനല്ലേ?
ഉടുതുണിക്ക് മറിയണില്ലാതെ വന്നതല്ലേ? നീ വന്ന കാലത്ത് ദൈവമക്കളെ, ഞാൻ ലജ്ജിതനായിരുന്നു ഞാൻ വന്ന കാലത്ത്. കാരണം രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറയുന്ന പോലെ പാപഭാരം ചുമന്ന് ഞാൻ ലജ്ജിതനായിരുന്നു. ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ ആ ലജ്ജ എനിക്കുണ്ടായിരുന്നു. എൻ്റെ മുഖം ലജ്ജ കൊണ്ട് മൂടിയിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവിടെ വന്നിരുന്ന ആ കാലങ്ങളിൽ അവൻ എന്നെ കഴുകി. ഹല്ലേലൂയ. അവന്റെ തിരുരക്തം ഇവിടെ ഒഴുകി. 2000 കൊല്ലം മുമ്പ് ആ കാലുവരിയിൽ ജീവൻ വെച്ചതായ ആ കർത്താവായ യേശുവിന്റെ തിരുരക്തം കഴുകിയ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരിവിടെ വരുമ്പോൾ ലജ്ജിതരായിരുന്നു. അവർക്കൊന്നുമില്ലായിരുന്നു. അവർ നിസ്സാരന്മാരായിരുന്നു. അവർ അഗതികളായിരുന്നു. കലഹമുള്ള വീടായിരുന്നു. കയറിക്കിടക്കാൻ ഇടവില്ലായിരുന്നു. ചോരുന്ന പെരയായിരുന്നു. അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് ആശയില്ലായിരുന്നു. ശപിക്കുന്നവരായിരുന്നു. പ്രാകുന്നവരായിരുന്നു. ക്രിസ്തീയ ഗാനം അറിയാൻ പാടില്ലായിരുന്നില്ല. യേശുവെ എന്ന് വിളിക്കാൻ അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നോ ദൈവം നിന്നെ കഴുകിയില്ല മകനെ. ദൈവം നിന്നെ കഴുകിയില്ല മക്കളെ. ദൈവം നിങ്ങളെ ഉയർത്തിയില്ല മക്കളെ. ദൈവം നിങ്ങളെ വളർത്തിയില്ല മക്കളെ. വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇത് ഭയപ്പെടുത്താനുള്ള വാക്കല്ല, ഇത് പേടിപ്പിക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഇത് വിളിച്ചു കളയുവാനല്ല, പണിയുവാനത്രേ. ദൈവത്തിന് കൈമലർത്തുക. അബ്രഹാം പറഞ്ഞതുപോലെ, എന്നെ ആരും സമ്പന്നനാക്കണ്ട. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിലേക്ക് കൈ ഉയർത്തും, അവൻ എനിക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം എന്നെ സമ്പന്നനാക്കണ്ട. ആരും എനിക്ക് തരണ്ട. ഈ ലോകത്തിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട. ഈ ലോകത്തിന്റെ സുഖവും സുഖലോലുപത്തും എനിക്ക് വേണ്ട. എനിക്ക് വേണമെന്ന് വരുമ്പോൾ ഞാൻ ഉയരത്തിലേക്ക് കൈ ഉയർത്തും. ഹല്ലേലൂയ. ദൈവമക്കളെ, ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് കൈ ഉയർത്താം. കൈ ഉയർത്തിയാൽ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്കുള്ളത് അവൻ തരും. അതിലൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ഈ വചനം മതി, ഈ വചനം മതി, ഈ വചനം മതി. ഈ വചനത്തോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. നല്ല ദൈവമേ, കാരുണ്യവാനേ, കാൽവരിയിലെ വലിയ സ്നേഹം, ഉദിച്ചുയർന്നു നിൽക്കുന്നതായ ആ നീതി സൂര്യൻ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, സമാധാന മാർഗത്തിലേക്ക് ഞങ്ങളുടെ കാലടികളെ മാറ്റിവെക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അടിയങ്ങളും അടിയങ്ങളുടെ കുടുംബങ്ങളും, അടിയങ്ങളുടെ കുടുംബത്തിൽ ഇനി ജനിക്കാനുള്ള മക്കളെ പോലും അനുഗ്രഹിക്കുവാൻ നീ ശക്തനാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. തലമുറയെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. തലമുറയ്ക്ക് ആഹാരം കൊടുക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് നിങ്ങൾ അറിയുന്നു കർത്താവേ. തലമുറയെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നീ ഇടയാക്കുവാൻ തക്കവണ്ണം നീ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കളോടുകൂടെ സ്വർഗത്തിന്റെ തീരങ്ങളിൽ, അപ്രതീസായുടെ തീരങ്ങളിൽ, ആ പളങ്ങ നദി തീരത്ത് നടക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്ന ഒരു വലിയവന്റെ മുമ്പിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ശാപങ്ങളും ബന്ധനങ്ങളും അഴിയണമേ. കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ.